Module 2 Random Variables. Second sem സ്റ്റാറ്റിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് റാൻഡം വേരിയബിൾസ്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനിഷൻ: റാൻഡം വേരിയബിൾ ഓർ RV ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ത് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ്സ് ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ ഈസ് ദി സാമ്പിൾ സ്പേസ് എസ് ആൻഡ് റേഞ്ച് ഈസ് ദ റിയൽ ലൈൻ എക്സ്റ്റെൻഡിങ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ഡൊമൈൻ എസ് ആയിരിക്കും. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ ടു ഇൻഫിനിറ്റി ആയിരിക്കും. In other words, a random variable is a mapping from sample space to real number. സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് എന്ത് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ്, റാൻഡം വേരിയബിൾസ് ആർ ആൾസോ കാൾഡ് ചാൻസ് വേരിയബിൾ ഓർ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ. അപ്പോൾ റാൻഡം വേരിയബിൾ നമ്മൾ ചാൻസ് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾസ് എന്ന് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ഓർ എക്സ് ഓഫ് ഡബ്ല്യു ഓർ ഒമേഗ. ഇൻ സിമ്പിൾസ് എക്സ് ഫ്രം എസ് ടു ആർ, അതായത് സാമ്പിൾ സ്പേസിന് റിയൽ നമ്പറിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് എന്ത് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് പോയിന്റ്, റാൻഡം വേരിയബിൾ എക്സ് ഈസ് എ ഫംഗ്ഷൻ whose domain is S and range is the set of all real values from -∞ to infinity, such that the set of all x less than or equal to x belongs to B, the Borel field, for any real number x. That means a random variable x are a function on S which are measurable with respect to the Borel field. Okay, then note that each set of the form set of all x less than or equal to x is an event. ഇതൊരു ഇവൻറ്റുമായിരിക്കും. റാൻഡം വേരിയബിൾസ് ഒക്കെ എന്താണ് ഒരു ഇവൻ്റ് ആണ്. ദെൻ ആസ് ആൻ ഇല്ലുസ്ട്രേഷൻ, കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 tosses ഓഫ് എ കോയിൻ. ദെൻ ദി സാമ്പിൾ സ്പേസ്, നമ്മളൊരു 2 tosses ഓഫ് എ കോയിൻ എടുത്ത് അപ്പോൾ അതിൽ വരുന്ന സാമ്പിൾ സ്പേസ് എന്താ വരിക? ഹെഡ് വരാം, ഹെഡ് ടൈൽ വരാം, ടൈൽ ഹെഡ് വരാം, ടൈൽ വരാം. അപ്പോൾ സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഹെഡ് ടൈൽ ഹെഡ് ടൈൽ വരാം അല്ലേ. Then each outcomes omega in the S, the correspond a real number x of omega. അപ്പോൾ ഒമേഗ നമ്മളുടെ ഓരോ ഔട്ട്കംസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഹെഡ് വരാം, അതിൻ്റെ എക്സ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ 2 വരും. ഹെഡ് ടൈലാകുമ്പോൾ 1 വരും, ടൈലും ഹെഡ് ആകുമ്പോൾ 1 വരും, ടൈലും വരുമ്പോൾ 0 ആവും. ഓക്കെ, ദസ് വി ഹാവ് ഡിഫൈൻഡ് എ one-dimensional random variable as a real valued function on S which is associated with a random experiment. That is, a one-dimensional random variable is a measurable function x of omega with domain S and range -∞ to infinity, such that every real number x, the event set of all omega such that x of omega less than or equal to x belongs to B. Then നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ കോയിൻ ടോസിംഗ് എക്സ്പെരിമെൻറ്റ് വി നോട്ട് ദാറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ omega1 omega2 വേർ omega1 ഈസ് ഹെഡ് ആൻഡ് omega2 ഈസ് ടെയിൽ. omega1 നമ്മൾ ഹെഡാക്കിയും omega2 നമ്മൾ ടെയിലായിട്ട് എടുത്തു. ദെൻ ഹെഡ് കിട്ടും നമുക്ക് 1 ആണ് 2 ആയിട്ട് മാറും. ഹെഡ് ടൈലാകുമ്പോൾ ഒരു ഹെഡ് വരുന്നുള്ളൂ, അപ്പം 1 വരും അതിൻ്റെ വാല്യൂ. ടൈൽ ഹെഡാകുമ്പോൾ ഒരു ഹെഡ് വരുന്നപ്പോൾ അതിന് നമ്മൾ 1 കൊടുക്കാൻ പറ്റും. ഇതിൽ ടൈലാകുമ്പോൾ അവിടെ ഹെഡ് വന്നിട്ടില്ല, അതാണ് 0 വന്നിട്ടുള്ളത്. Now define x of omega equal to 0 if w is a tail. w ഒരു tailആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ എക്സ് ഓഫ് ഒമേഗ, അതായത് ഔട്ട്കംസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് വരും. ഇനി ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ഇപ്പോൾ ഇഫ് ഒമേഗ ഈക്വൽ ടു ഹെഡ്, ഒമേഗ ഹെഡായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഔട്ട്കം ഹെഡാണെങ്കിൽ നമ്മൾ 1 കൊടുക്കുന്നു, tail-ആണെങ്കിൽ 0 കൊടുക്കുന്നു. ഓക്കെ, ഹിയർ ദി റാൻഡം വേരിയബിൾ എക്സ് ഓഫ് ഒമേഗ takes only 2 values as omega can be either head or tail. Such a random variable is known as Bernoulli random variable. അപ്പോൾ 2 ഔട്ട്കംസ് വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് എങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ബെർണോളി റാൻഡം വേരിയബിൾ. ഒരു റിമാർക്ക്, ഇഫ് x1 ആൻഡ് x2 ആർ റാൻഡം വേരിയബിൾസ് ആൻഡ് c ഈസ് എനി കോൺസ്റ്റൻറ്റ്. അപ്പോൾ x1 x2 എന്താണ്? 2 റാൻഡം വേരിയബിൾസ് ആണ്. c എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ സി ഇൻറ്റു x1 എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. x1 പ്ലസ് x2 ഈസ് എ റാൻഡം വേരിയബിൾ, x1 മൈനസ് x2 ഈസ് എ റാൻഡം വേരിയബിൾ,
maximum of x1 x2 is a random variable, minimum of x1 x2 is a random variable. അപ്പോൾ x1 ഉം x2 റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ആ x1 നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും, x2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടും ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക, ഒരു റാൻഡം വേരിയബിളാണ് കിട്ടുക. ദെൻ x1 x2 മാക്സിമം എടുത്താലും അതും റാൻഡം വേരിയബിൾ ആയിരിക്കും, മിനിമം എടുത്താലും അതും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ഓക്കെ, then random variable are of two types, discrete and continuous. Random variables two types ആണുള്ളത്. ഒന്ന് discrete random variable വരുന്നുണ്ട്, ഒന്ന് continuous random variable വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, discrete random variable. A random variable x is said to be discrete if its range includes finite number of values or countably infinite number of values. അപ്പോൾ finite number of values അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ് നമ്മുടെ റേഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ക്യാൻ ബി ലാബിൾഡ് ആസ് x1 x2 എക്സെട്ര. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫാക്ടറി ഇൻ എ ഡേ ഇൻ എ സിറ്റി, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ദെൻ ദ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു റോഡ് ആക്സിഡൻറ്റ് ഇൻ എ ഡേ ഇൻ എ സിറ്റി ആൻഡ് നമ്പർ ഓഫ് പേഷ്യൻ്റ് അറൈവിങ് അറ്റ് എ ഡോക്ടർ ക്ലിനിക് ഇൻ എ ഡേ. ഇതൊക്കെ എന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് എക്സാമ്പിളാണ്. കാരണം അവിടെ നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് ഇവൻറ്റ്സ് എത്ര ആയിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും അല്ലേ. ദ നെക്സ്റ്റ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എ റാൻഡം വേരിയബിൾ വിച്ച് ഈസ് നോട്ട് ഡിസ്ക്രീറ്റ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് അല്ലാത്ത റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ, that means it can be assumed infinite number of values from a specified interval of values from a specified interval of the form closed interval ab. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ഇൻ്റർവൽ എ ബി നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് ഇത് എന്ത് ചെയ്യാൻ എടുക്കും. നമ്മൾ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പേഴ്സ് ആയിരിക്കും, ഫൈനൈറ്റ് നമ്പേഴ്സ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഫസ്റ്റ് വൺ, a man brushes his teeth every morning. X represent the time taken for brushing. Okay, comma next time. അത് ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. Then X represent the height of a student randomly chosen from a college. Then third, X represent the service time of the doctor on his next patient. Fourth, the lifetime of a bulb or tube, etc. Note that random variables are denoted by capital letters X, Y, Z, etc. അപ്പോൾ റാൻഡം വേരിയബിൾസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് സ്മോൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഡിനോട്ട് ദി വാല്യൂസ് ഓഫ് എ റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റേഴ്സ് ആയിട്ടുള്ള ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ. By probability distribution of a random variable X, we means the assignment. Okay, assignment, ഇവിടെ മിസ്സായിട്ടുണ്ട്. Assignment of probabilities to all events defined in a terms of this random variable. Then probability distribution ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടു ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞൊന്ന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും, ഒന്ന് റാൻഡം വേരിയബിൾസ് രണ്ട് ടൈപ്സ് ഉണ്ടെന്നത് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് വരുന്ന പ്രോബബിലിറ്റി ആയിരിക്കും എന്ത്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പം കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് ടോപ്പിക് ആണെന്ത്, ഡിസ്ക്രീറ്റ്. The probability distribution or simply distribution of a discrete random variable is a list of xi of x with their associated probabilities f of xi equal to probabilities of x is equal to xi. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അസ്യൂമിങ് ദി വാല്യൂസ് x1 x2 എക്സെട്ര xn ഫ്രം ദ റിയൽ ലൈൻ. Let the corresponding probabilities be f of x1, f of x2, etc., f of xn. Then probabilities of x is equal to xi equal to f of xi is called probability mass function PMF or probability function of x, provided it is satisfying the condition f of xi greater than or equal to 0 for all I summation f of xi equal to 1. അപ്പം
നമ്മൾ റിയൽ ആയി എടുക്കുന്ന വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഈ ഫംഗ്ഷൻസിന് എഫ് ഓഫ് എക്സ് ഐ, എഫ് ഓഫ് എക്സ് ടു എക്സെട്ര അങ്ങനെ കിട്ടുന്ന പി ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ നമ്മൾ വിളിക്കുന്ന പേര് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. കാരണം ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട്. ഇത് ഒരു പ്രോബിലിറ്റി ഫംഗ്ഷൻ ആകണമെങ്കിൽ അതെന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് ഐകളെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതുപോലെ സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു 1. എല്ലാ ഫംഗ്ഷൻസിൻ്റെയും സം എടുത്ത് നമുക്ക് ടോട്ടൽ 1 കിട്ടുവാണ്. എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻസിൻ്റെ എഫ് ഓഫ് എക്സ് ഐകൾ എന്തായിരിക്കണം, ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ദെൻ the probability distribution may be stated either in the form of a table or in the form of a formula. The formula gives f of x in term of x which represent p of x is equal to x. It can be denoted as p of x. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മളതിന് p of x is equal to x എടുക്കും. അവിടെ എക്സുകളൊക്കെ എന്തായിരിക്കണം, ഡിസ്ക്രീറ്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൽ നമുക്ക് എങ്ങനെ അവിടുത്തെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കലി നമുക്ക് പറയാൻ പറ്റും. ദർ ആർ 2 മെയിൻ വേസ് ടു ദ ഗ്രാഫ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആർ ദ ലൈൻ ഡയഗ്രാം ആൻഡ് പ്രോബിലിറ്റി ഹിസ്റ്റോഗ്രാം. ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഒന്ന് ലൈൻ ഡയഗ്രാം, ഒന്ന് പ്രോബിലിറ്റി ഹിസ്റ്റോഗ്രാം. ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ ആർ മാർക്ക്ഡ് ഓൺ ദി എക്സ് ആക്സിസ്. At each values of x, a vertical line is drawn whose height is equal to the probability f of x or p of x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ നമ്മൾ എക്സിൽ മാർക്ക് ചെയ്യും ഓരോ റാൻഡം വേരിയബിൾസും കറസ്പോണ്ടിങ് ആയിട്ടൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ആ വെർട്ടിക്കൽ ലൈൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ദ ലൈൻ ഡയഗ്രാം ഫോർ ദി ഫോളോവിങ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഷോൺ ബിലോ. ഇതാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഐകൾ എന്ന് പറഞ്ഞാൽ 1/8 1/4 1/2 1/8. നമ്മൾ എന്താണ് എക്സ് ആക്സിൽ നമ്മൾ റാൻഡം വേരിയബിൾസ് എക്സ് 1 2 3 4 നമ്മൾ മാർക്ക് ചെയ്യാം. ദെൻ അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂസ് ആണ് അതിൻ്റെ വെർട്ടിക്കൽ ലൈൻ്റെ ഹൈറ്റ് വേണ്ടത്. ഫസ്റ്റ് തരാം 1/8, 1ന് കറസ്പോണ്ടിങ് 1/8, 2ന് കറസ്പോണ്ടിങ് 1/4, 3ന് കറസ്പോണ്ടിങ് 1/2, 4ന് കറസ്പോണ്ടിങ് 1/8 അങ്ങനെ പോകും. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഹിസ്റ്റോഗ്രാം. On the x-axis, we take the values of the random variable with each value x as center. X center ആയിട്ടാണ് നമ്മൾ each values നമ്മൾ എടുക്കേണ്ടത്. A vertical rectangle is drawn whose area is equal to the probability f of x. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് എക്സ് ആക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ടേക്ക് ദി വാല്യൂസ് ഓഫ് ദി റാൻഡം വേരിയബിൾസ് നമ്മൾ എക്സ് ആക്സിൽ എടുക്കുക. വിത്ത് ഈച്ച് വാല്യൂസ് ഓഫ് എക്സ് ആസ് സെൻറ്റർ എ വെർട്ടിക്കൽ റെക്ടാങ്കിൾ is drawn whose area is equal to the whose area is equal to the probability f of x. അപ്പോൾ ഓരോ എക്സിന് സെൻറ്റർ ആക്കി നമ്മൾ റെക്ടാങ്കിൾ വരക്കുക, വെർട്ടിക്കൽ റെക്ടാങ്കിൾ വരക്കുക. വെർട്ടിക്കൽ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കണം, എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിട്ട് വരണം. നോട്ട് ദാറ്റ് ഇൻ പ്ലോട്ടിംഗ് എ പ്രോബിലിറ്റി ഹിസ്റ്റോഗ്രാം the area of a rectangle must be equal to the probability of the values at the center so that the total area under the histogram must be equal to the total probability, that is 1. 1ന് ഈക്വൽ ആയിട്ട് വരണം അതിൻ്റെ ടോട്ടൽ വരുന്നത്. ഓക്കെ, then എക്സാമ്പിൾ നോക്കാം. The probability histogram of the following probability distribution is given by നമുക്ക് തന്നിട്ടുണ്ട് x is equal to 0 0.5 1 1.52. കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0.1 0.2 0.3 0.25 0.15. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സുകൾ നമ്മൾ എന്താണ് എക്സിൻ്റെ വാല്യൂസ് റാൻഡം വേരിയബിൾസ് നമ്മൾ എക്സ് ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ എക്സ് ആക്സിസ് സെൻറ്റർ ആയിട്ട് വരുന്ന റെക്ടാങ്കിൾ നമ്മൾ വെർട്ടിക്കൽ റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ വെർട്ടിക്കൽ റെക്ടാങ്കിൾസിന് ഓരോന്നിന് പ്രത്യേകം എന്തായിരിക്കണം, 0ൻ്റെ 0.1 ആയിരിക്കണം അതിൻ്റെ ഏരിയ, 0.5 ആയിരിക്കണം 0.2 ആയിരിക്കണം 0.5 സെൻറ്റർ ആയിട്ട് വരുന്ന റെക്ടാങ്കിളിൻ്റെ ഏരിയ, അങ്ങനെ പോകണം. ഓക്കെ, ദെൻ ദ പ്രോബിലിറ്റി ഹിസ്റ്റോഗ്രാം ഈസ് റെക്കമെൻഡഡ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ്. വെൻ ദ സ്പേസിംഗ് ഓഫ് എക്സ് വാല്യൂസ് ഈസ് അൺഈക്വൽ ദ ലൈൻ ഡയഗ്രാം ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഈക്വൽ സ്പേസ്ഡ് ആണ് എക്സ് വാല്യൂസ് പോകുന്നതെങ്കിൽ മാത്രം ഇപ്പം നമുക്ക് പ്രോബിലിറ്റി ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലൈൻ ഡയഗ്രാം യൂസ് ചെയ്യേണ്ടി വരും. One advantage of probability histogram is that we can compare 2 or more probability distributions to the determination the nature and extent of the similarities and dissimilarities. വായിച്ചൊക്കെയാണ് നമുക്ക് എന്തായിട്ടും പ്രോബിലിറ്റി ഹിസ്റ്റോഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും. ഇഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് ഇഫ് probability of x less than or equal to capital X less than or equal to x plus dx, that's equal to f of x dx.
then f of x is called a probability density function. അപ്പോൾ റാൻഡം വേരിയബിൾസ് കണ്ടിന്യൂസ് ആകുമ്പോൾ ശ്രദ്ധിക്കുക അവിടുത്തെ ഫംഗ്ഷൻ നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക പി ഡി എഫ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പ്രൊവൈഡഡ് ഇറ്റ് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കണം. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത്. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമ്മൾ സമ്മേഷൻ യൂസ് ചെയ്യും. ഓക്കെ, we can justify the term density function to some extent from the following argument. We have integral x to x plus delta x f of x dx equal to probability of x less than or equal to x less than or equal to x plus delta x നമുക്കറിയാം. delta x പറഞ്ഞാൽ very small value ആണ്. The mean value gives us the approximation, that is integral x to x plus delta x f of x dx പറഞ്ഞാൽ എന്താണ് f of x into dx ആണ്. therefore f of x dx is equal to എന്ത് വരും? this equal to ഇതായതുകൊണ്ട് equal to this value വരും. That is f of x is equal to probability of x less than or equal to capital X less than or equal to x plus delta x divided by delta x. Total probability in the interval ആണ് മുകളിൽ വന്നിട്ടുള്ളത് അല്ലേ. x plus delta x ആണ് interval. delta x ആണ് എന്താ length of the interval. That is probability per unit length equal to density of the probability അല്ലേ. ഇത് ലെങ്ത് ടോട്ടൽ ലെങ്ത് ആണിത്. ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് ദി ഇൻ്റർവൽ ഉണ്ട്. അപ്പോൾ അതിനാൽ ലെങ്ത് കൊണ്ട് ഇൻ്റർവൽ ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ പ്രോബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത്, ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് പ്രോബിലിറ്റി. ഇൻ ഫിസിക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ഹിയർ പ്രോബിലിറ്റി സ്റ്റാൻഡ്സ് ഓഫ് മാസ് ആൻഡ് ലെങ്ത് സ്റ്റാൻഡ്സ് ഫോർ വോളിയം. അത് വെച്ചിട്ടാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് പ്രോബിലിറ്റി പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ ഡെൻസിറ്റി ഓഫ് പ്രോബിലിറ്റി ആക്കി നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഓക്കെ, unlike the description of a discrete probability distribution, the probability density f of x in the case of continuous random variable does not represent the probability of x is equal to x. Instead, a probability density function relates the probability of an interval, closed interval AB, to the area under the curve in the strip over the interval. A single point, being an interval with the width of 0, probability of x is equal to a equal to 0 വരും. Once the PDF f of x of a continuous random variable is specified, a problem of calculating the probability of an interval becomes to compute the area of the curve in the strip supported by the interval. Okay, when the determining the probability of an interval a to b, we need not be concerned of either or both endpoints are included in the interval. Thus, we have the following result. First result, probability of a less than x less than b equal to probability of a less than x less than or equal to b. That's equal to probability of a less than or equal to x less than or equal to b. മൂന്ന് എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരും. That's equal എന്താണ്? probability of a less than or equal to x less than or equal to b. That's equal to നമുക്കറിയാവുന്നതാണ് integral a to b f of x dx. That is equal to the area under the curve y equal to f of s enclosed between the ordinates drawn at x is equal to a and x is equal to b. Okay, അപ്പോൾ ആ ordinates ആയിട്ടുള്ള x is equal to a and x is equal to b ൻ്റെ അടുക്കുള്ള ഏരിയ ആണ് the integral a to b f of x dx. That is probability of a less than or equal to x less than or equal to b, probability of a less than x less than b or equal to probability of a less than x less than or equal to b. അതുപോലെ തന്നെ probability of a less than or equal to x less than b. The next result, probability that a continuous random variable x will assume a particular value is 0. That is probability of x is equal to a equal to 0. Continuous random variable. Here also we can sketch the graph of f of x. The curve so obtained is called a probability curve. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഗ്രാഫ് നമ്മൾ വിളിക്കുന്നതാണ് probability curve. We can also note that the total area under the probability curve is 1. അതിൻ്റെ വാല്യൂ x is equal to a equal to 0 എന്ന് വെച്ചാൽ അതിൻ്റെ ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് കർവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ 1 ആണ് വരിക. വി ക്യാൻ ഡിനോട്ട് ദി പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ബൈ പി ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ്. ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈസ് ആൾസോ ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ്. സോ ഫോർ അവർ കൺവീനിയൻസ് വി വിൽ ഡിനോട്ട് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പി ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്തോ ടേം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന് അത് ഡെൻസിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ കാരണം ഡിസ്ക്രീറ്റ് ആകുമ്പോൾ ഡെൻസിറ്റി എന്ന് പറയും, കണ്ടിന്യൂസ് ആകുമ്പോൾ ഡെൻസിറ്റി എന്ന് പറയും, ഡിസ്ക്രീറ്റ് ആകുമ്പോൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. റാൻഡം വേരിയബിൾ എന്താണെന്നും
ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക.